എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ കാൽക്കുലസിന്റെ റിവിഷൻ സീരീസ്. അപ്പൊ നമ്മുടെ കാൽക്കുലസിന്റെ 25ാമത്തെ പാർട്ട് ഈ ക്ലാസ്സിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ പരമാവധി ചോദ്യങ്ങൾ കാൽക്കുലസിൽ നിന്ന് നിങ്ങൾക്ക് ഈ 25 പാർട്ടുകളിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പരമാവധി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ലിമിറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിഗ്രി ബൈ ടാൻ 3x ഡിഗ്രി? രണ്ടും ഡിഗ്രീസിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ഒരേ യൂണിറ്റിൽ തന്നെയാണ്. നോക്കണേ. ഇനി അല്ലാതെ വരുവാണെങ്കിൽ എന്താണ്, ഒരെണ്ണം ഡിഗ്രിയും ഒരെണ്ണം നോർമലും ആണെങ്കിൽ ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിഗ്രി ബൈ ടാൻ 3x ഡിഗ്രി. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് നേരെ നോക്കി പറയാം. നമ്മൾ കുറച്ച് ഫോർമാറ്റ്സ് പഠിച്ചിട്ടില്ലേ? സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് ആണെങ്കിൽ ആൻസർ എ ബൈ ബി ആയിരിക്കും. ടാൻ എ എക്സ് ബൈ ടാൻ ബി എക്സ് ആണെങ്കിൽ ആൻസർ എ ബൈ ബി ആയിരിക്കും. സൈൻ എ എക്സ് ബൈ ടാൻ ബി എക്സ് ആണെങ്കിലും ആൻസർ എ ബൈ ബി ആയിരിക്കും. സോ ആൻസർ വിൽ ബിക്കം 1/3 അല്ലെ? 1/3 ആയിരിക്കും അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി. റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ബി എക്സ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? എ ബൈ ബി, പ്രൊവൈഡഡ് ബി നോട്ട് ഈക്വൽ ടു 0. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ ബി എക്സ് ആണെങ്കിലോ അവിടെയും ആൻസർ എന്തായിരിക്കും? എ ബൈ ബി ആയിരിക്കും, പ്രൊവൈഡഡ് ബി നോട്ട് ഈക്വൽ ടു 0. പിന്നെന്താ? സൈൻ എ എക്സ് ബൈ ടാൻ ബി എക്സ് വന്നാലും എ ബൈ ബി ആയിരിക്കും അല്ലെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ ബി എക്സ് വന്നാലും അതിന്റെ ആൻസർ എന്തായിരിക്കും? എ ബൈ ബി ആയിരിക്കും, പ്രൊവൈഡഡ് ബി നോട്ട് ഈക്വൽ ടു എന്താണ്? 0. പ്രൊവൈഡഡ് ബി നോട്ട് ഈക്വൽ ടു 0. സോ അത് നമുക്ക് നോക്കി പറയാം. ആൻസർ എന്താണ്? 1/3 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി അല്ലാതെ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതും കൂടെ വേണം നോക്കിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ഉണ്ട്, താഴെ ഒരു എക്സ് കൊടുക്കാം. അപ്പൊ അത് റിസൾട്ട് പ്രകാരം 1 ആവും. ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല, ബാലൻസ് ചെയ്യാൻ ഒരു ഇൻറ്റു എക്സ് കൊടുക്കണം. ഡിനോമിനേറ്ററിൽ ടാൻ 3x ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു 3x കൊടുക്കാം. അത് ബാലൻസ് ചെയ്യാൻ ഒരു ഇൻറ്റു 3x കൊടുക്കണം. സൈൻ എക്സ് ബൈ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റിസൾട്ട് 1 വരും. ഇവിടെ ഒരു എക്സും കട്ട് ചെയ്യാം. ബൈ ടാൻ 3x ബൈ 3x ടാൻ തീറ്റ ബൈ തീറ്റ റിസൾട്ട് പ്രകാരം 1 വരും. ഓക്കെ, എക്സ് കട്ടായാൽ മുകളിലൊരു 1 ഉണ്ട്, താഴെ എക്സ് കട്ടായാൽ ബാക്കി ഒരു 3 ഉണ്ട്. സോ 1/3 വരും ആൻസർ. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇങ്ങനെ ചെയ്തേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് തന്നെ ആൻസർ പറയാം. സൈൻ എ എക്സ് ബൈ ടാൻ ബി എക്സ് ആണെങ്കിലും ആൻസർ എ ബൈ ബി ആണ്. സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് ആണെങ്കിലും എ ബൈ ബി ആണ്. ടാൻ എ എക്സ് ബൈ ടാൻ ബി എക്സ് ആണെങ്കിലും എ ബൈ ബി ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു കർവ് നമുക്ക് തന്നിട്ടുണ്ട്. y is equal to എന്താണ്? m into e raised to mx provided m greater than 0. ഇന്റർസെക്ട് y ആക്സിസ് അറ്റ് എ പോയിന്റ് p. ഈ കർവ് y ആക്സിസിൽ പോയി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റ് p യിൽ. 3 ചോദ്യങ്ങളുണ്ട്. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട്. നോക്കണേ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് എ പാർട്ടിലേക്ക് വരാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി? അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി നമുക്ക് കണ്ടുപിടിക്കണം. ഈ കാണുന്ന y ഈക്വൽ ടു എം ഇ റൈസ് ടു എം എക്സ് എന്ന് പറയുന്ന കർവ് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? y ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ? ഇതാണ് കർവ് എന്ന് വിചാരിക്കുക. y ഈക്വൽ ടു എം ഇൻറ്റു ഇ റൈസ് ടു എം എക്സ്. ഇത് y ആക്സിസിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി. ഓക്കെ, അവിടെ ഒരു കാര്യം നമുക്ക് പറയാം. y ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? y ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എന്ത് 0 ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് 0 കൊടുത്തു, കോമ y കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. y കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കർവിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. കർവിന്റെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? y കോർഡിനേറ്റ് കിട്ടും. ശരിയല്ലേ?
കർവിന്റെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? y കോർഡിനേറ്റ് കിട്ടും. ശരിയാണല്ലോ. y ഈക്വൽ ടു m ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് ആണ് കർവ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ? ശരിയാണല്ലോ. y ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 0 കൊടുത്താൽ മതി. എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വൈക്ക് 0 കൊടുത്താൽ മതി. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ്. എക്സിന് 0 കൊടുത്താൽ y ഈക്വൽ ടു m ഇൻറ്റു ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു 0 1 വരും. ആൻസർ എന്ത് വരും? m വരും. സോ ദ y കോർഡിനേറ്റ് ഈസ് m. അങ്ങനെയാണെങ്കിൽ പോയിന്റ് പി പറഞ്ഞേ. പോയിന്റ് പി ഈസ് എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് m. സോ അപ്പൊ y കോർഡിനേറ്റ് m ആണ് പോയിന്റ് പി. ക്ലിയർ ആണല്ലോ. പോയിന്റ് പി കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ്. ശരിയല്ലേ? സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് തന്നെയാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് dy by dx at x naught y naught കോൾഡ് പോയിന്റ് ഓഫ് ടാൻജൻസി അല്ലെ? സോ dy by dx at 0 m ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കടാ, y is equal to m e raised to mx. അങ്ങനെയാണെങ്കിൽ dy by dx എന്ത് വരും? dy by dx is equal to m ഇൻറ്റു ഇ റൈസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എം എക്സ് ഇൻറ്റു ഒരു എമ്മും കൂടെ വരും. അപ്പൊ എന്താവും? എം സ്ക്വയർ. ശരിയല്ലേ? ഇ റൈസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എം എക്സ് തന്നെ. എം എക്സിന്റെ ഡെറിവേറ്റീവ് എമ്മും കൂടെ വരുമ്പോൾ ഓൾറെഡി ഉള്ള എമ്മിന്റെ കൂടെ ചേർന്ന് എന്താവും? എം സ്ക്വയർ ആവും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ പോയിന്റ് 0 m എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു, വൈക്ക് എം കൊടുക്കുന്നു. വൈ ഇല്ല കൊടുക്കാനായിട്ട്. സോ എക്സ് കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുന്നു. സോ dy by dx at x is equal to 0. dy by dx at x is equal to 0. എക്സിന് 0 കൊടുത്താൽ എന്താണ് വരുന്നത്? എം സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 0 എന്ന് വരും. ആൻസർ എന്താണ്? എം സ്ക്വയർ. ആൻസർ എന്താണ്? എം സ്ക്വയർ അല്ലെ? ഇ റൈസ് ടു 0 എന്താവും? ഇ റൈസ് ടു 0 1 ആവും. സോ ഫൈനൽ ആൻസർ എന്ത് വരും? എം സ്ക്വയർ വരും. ക്ലിയർ ആണോ നോക്കണേ? ഫൈനൽ ആൻസർ എന്ത് വരും? എം സ്ക്വയർ. So what is the slope of the curve at the point of intersection P? Option B m square ആണ് ആൻസർ വരും. നോക്കണേ, ഓപ്ഷൻ ബി m square ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഹൗ മച്ച് ആംഗിൾ ഡസ് ടാൻജന്റ് അറ്റ് P മേക്ക് വിത്ത് y ആക്സിസ്? ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. ബി പാർട്ടിന്റെ ആൻസർ ആണ്. നമ്മുടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് എം സ്ക്വയർ ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എം സ്ക്വയർ ആണ്. ശരിയാണല്ലോ. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജന്റ് ഓഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മെഷേർഡ് ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. സ്ലോപ്പിന്റെ ഡെഫിനിഷൻ 5 പോയിന്റ് സ്ലോപ്പ് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5 ഗോൾഡൻ പോയിന്റ്സ് ഇൻ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടാൻ തീറ്റ ആണ് സ്ലോപ്പ് അല്ലെ? തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ ടാൻ തീറ്റ ആണ് സ്ലോപ്പ്. ദാറ്റ്സ് ഈക്വൽ ടു എം സ്ക്വയർ. ഫ്രം ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ. ഉടനെ ചാടിക്കേറി ഓപ്ഷൻ എയിലേക്ക് പോരുത്. നമ്മളോട് ചോദിച്ചിരിക്കാൻ എന്താ? തീറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ച തീറ്റ എക്സ് ആക്സിസുമായിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ്. ശരിയല്ലേ? നോക്കണേ, എക്സ് ആക്സിസുമായിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ്. നമ്മളിപ്പോ ഇതാണ് ആ ലൈൻ എന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസുമായിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ്. കർവ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആ ടാൻജന്റ് ഇങ്ങനെ കടന്നു പോകുന്നതെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ കാണുന്ന ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പോയി വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. ഹൗ മച്ച് ആംഗിൾ ഡസ് ദ ടാൻജന്റ് അറ്റ് പി മേക്ക് വിത്ത് വൈ ആക്സിസ്? പിയിലൂടെയുള്ള ടാൻജന്റ് നോക്കട്ടെ, ഇങ്ങനെയാണ് വരുന്നത്. പിയിലൂടെയുള്ള ടാൻജന്റ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. പിയിലൂടെ ഉള്ള ടാൻജന്റ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണെന്നാ സിസ്റ്റം. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ ആണ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ തീറ്റനെ 90യിൽ നിന്ന് കുറച്ചാൽ മതി. കാരണം എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലുള്ള ആംഗിൾ 90 ആണ്. ശരിയല്ലേ? ഇപ്പൊ ബാക്കി ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? 90യിൽ നിന്ന് തീറ്റ കുറച്ചാൽ മതി. ക്ലിയർ ആണോ? 90യിൽ നിന്ന് തീറ്റ കുറച്ചാൽ മതി. ശരിയാണോ നോക്കണേ? അത് ഐഡിയ പിടി കിട്ടിയോ? ഇങ്ങനെയാണ് കർവ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ടാൻജന്റ് പോകുന്നത്. ഇപ്പൊ ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ആംഗിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ശരിയല്ലേ?
ശ്രദ്ധിക്കണേ, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ വൈ ആക്സിസുമായിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 90യിൽ നിന്ന് ആംഗിൾ കുറച്ചാൽ മതി. 90യിൽ നിന്ന് ആംഗിൾ കുറച്ചാൽ മതി. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ക്ലിയർ ആകത്തില്ല. ശരിക്കും തിരിഞ്ഞാണ് വരുന്നത്. അതായത് ഈ ഫിഗർ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരും ടാൻജന്റ്. അപ്പം ഇങ്ങനെയൊക്കെ ഫിഗർ വരച്ചിട്ട് വേണം അത് നോക്കാനായിട്ട്. അപ്പൊ തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് എക്സാമിന് ആവശ്യമില്ല. ജസ്റ്റ് റിമെമ്പർ ലൈക്ക് എ പോയിന്റ്. എന്താണ്, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, എന്താണ്, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വൈ ആക്സിസുമായിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 90യിൽ നിന്ന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ കുറച്ചാൽ മതി. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടാൻജന്റ് പി മേക്ക് വിത്ത് വൈ ആക്സിസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ വൈ ആക്സിസുമായിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, എടാ അവിടെ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ അല്ലേടാ ഫോം ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചൂടെ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്തുള്ള ഒരു ആംഗിൾ ആണ് ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ, ഒരു ആംഗിൾ ആണ് 90. അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും, മറ്റേ രണ്ട് ആംഗിളുകൾ കൂട്ടി 90 വരണം. എന്നാലേ 90 പ്ലസ് 90 ട്രയാംഗിളിനകത്ത് 180 വരത്തുള്ളൂ. അപ്പൊ ഒരെണ്ണം 180 ഉണ്ട്, ഒരെണ്ണം 90 ഉണ്ട്, മറ്റേത് ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, 90യിൽ നിന്ന് ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ കുറയ്ക്കുന്നതായിരിക്കും. ശരിയല്ലേ? എങ്കിലല്ലേ അത് മൂന്നും കൂടെ കൂട്ടി 180 വരത്തുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ ആംഗിൾ മേഡ് വിത്ത് വൈ ആക്സിസ്, ശ്രദ്ധിച്ചിരിക്കണേ, ആംഗിൾ വിത്ത് വൈ ആക്സിസ്, ആംഗിൾ മേഡ് ബൈ ടാൻജന്റ് വിത്ത് വൈ ആക്സിസ്, വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കണേ. വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയാണ്, അതാണ് നമ്മുടെ റിക്വയർഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ തീറ്റ ഡാഷ് എന്ന് വിളിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ. സോ π/2 മൈനസ് തീറ്റ ആരാണ്, ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ ഇതെന്താണ് വരിക, നമുക്കറിയാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, π/2 ആണ്. ശരിയല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ എന്താണ്, π/2. അപ്പൊ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതാണ് കോട്ട് ഇൻവേഴ്സ് എക്സ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എം സ്ക്വയർ ആണ് എന്ത് വരിക, കോട്ട് ഇൻവേഴ്സ് എം സ്ക്വയർ. കോട്ട് ഇൻവേഴ്സ് എം സ്ക്വയർ ഇതുണ്ടോ നമുക്ക് ഓപ്ഷൻ. കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് എം സ്ക്വയർ ഉണ്ട്, അത് വരത്തില്ല. യെസ്, കോട്ട് ഇൻവേഴ്സ് എം സ്ക്വയർ ആണ് സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എം റൈസ് ടു 4. ഓർത്ത് വെച്ചോണേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ളതാണ്. കോട്ട് ഇൻവേഴ്സ് എക്സിനെ കോട്ട് ടു സൈൻ കൺവേർഷൻ ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സിനെ സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. നോട്ട് ഡൗൺ ദ പോയിന്റ്. കോട്ട് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, കോട്ട് ഇൻവേഴ്സ് എം സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, കോട്ട് ഇൻവേഴ്സ് എം സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എന്താണ്, എം സ്ക്വയറിന്റെ സ്ക്വയർ. ശരിയല്ലേ? എം സ്ക്വയറിന്റെ സ്ക്വയർ എന്താണ്, എം റൈസ് ടു 4. സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എം റൈസ് ടു 4. സൈൻ ഇൻവേഴ്സ് 1/√1 പ്ലസ് എം റൈസ് ടു 4. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യന്റെ എന്ത് ചെയ്യാം, സി പാർട്ട് നോക്കാം. നോക്കണേ, ഇത് എ പാർട്ടിന്റെ ആൻസർ ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. സി പാർട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് പി. പി എന്ന് പറയുന്ന പോയിന്റ് 0 നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് പോയിന്റ്, എന്താണ് 0 ആണ്. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മുടെ പോയിന്റ് പി എന്താണ്, 0 ആണ്. ഈ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലടാ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കേണ്ടത്. 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കണം. പറഞ്ഞ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്താ, ഇത് x0 y0 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ y മൈനസ് y0 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0 ആണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്,
y minus y naught is equal to m into x minus x naught. Y minus y naught is equal to m into x minus x naught. So y minus y naught എന്ന് പറഞ്ഞാൽ എന്താണ്? Y കോർഡിനേറ്റ്. Y കോർഡിനേറ്റ് ആരാണ്? m is equal to m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് m സ്ക്വയർ. ശരിയല്ലേ? നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താണ്? m സ്ക്വയർ. m സ്ക്വയർ ഇൻറ്റു x minus x naught 0. So y minus m is equal to m square into x. ശരിയല്ലേ? y minus m equal to m square into x. അവിടെ എന്ത് കിട്ടും? y is equal to ഈ മൈനസ് m കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. m square x plus m. y യുടെ വാല്യൂ എന്താണ് കിട്ടുക? y is equal to എന്താണ്? m square x plus m. y is equal to m square x plus m. ഓക്കെ ആണോ നോക്കണേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടും. ഓക്കെ അല്ലെ? y ഈക്വൽ ടു എന്താണ്? m സ്ക്വയർ എക്സ് പ്ലസ് m. സോ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഇന്റഗ്രേഷൻ. ഈസി ടു സ്കോർ ആണ്. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദ മോസ്റ്റ് റിപ്പീറ്റഡ് ഫോർമാറ്റ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ഇതേ ഫോർമാറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻസ് കാണുമ്പോഴേ അറിയാം ഒരു 1/a tan ഇൻവേഴ്സ് x/a ഫോമിലുള്ള ആൻസർ ആണ്. ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ശരിയാണല്ലോ? വെരി വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്ത് പഠിച്ചോണം. വാട്ട് ഈസ് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. അപ്പൊ ഡിനോമിനേറ്റർ 1/ക്വാഡ്രാറ്റിക്. 1/ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എന്താ പഠിച്ചിട്ടുള്ളത്? അപ്ലൈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഓൺ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇൻ ഓർഡർ ടു അപ്ലൈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഓൺ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, what is the conditions? The coefficient of x square should be 1. x സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ x സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? നോക്കിക്കേ, x സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 2 ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? 2നെ ഇങ്ങോട്ട് ഡിനോമിനേറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കുക എന്നുള്ളതാണ്. സോ എന്ത് വരും? ഇന്റഗ്രൽ 1/2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/2. ശരിയാണല്ലോ? 2x നിന്ന് 2 പുറത്തു പോയി, 1ൽ നിന്ന് 2 പുറത്തു പോയ 1/2. ഓപ്പൺ ചെയ്താൽ എന്താണ് കിട്ടുക? 2 ഡിനോമിനേറ്റർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 2 ആൻസർ വീണ്ടും 1 കിട്ടും. ഓക്കെ അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്നാണ് 2 പുറത്തെടുത്തത് കേട്ടോ. 2 into ഇന്റഗ്രൽ. ഇനി എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ്. എന്താ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുകയും വേണം, സബ്ട്രാക്ട് ചെയ്യുകയും വേണം. ശരിയല്ലേ? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുകയും വേണം, സബ്ട്രാക്ട് ചെയ്യാൻ വേണം. എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ? -1. -1ന്റെ പകുതി ആരാ? -1/2. -1/2ന്റെ സ്ക്വയർ ആരാ? 1/4. ആ 1/4 നമ്മൾ കൂട്ടണം. കൂട്ടിയ 1/4 കുറയ്ക്കണം. ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരു പ്ലസ് 1/2 ഉണ്ട്. എക്സ്ട്രാ എഴുതിയത് ഞാൻ ബ്ലാക്ക് കളർ ഉപയോഗിക്കുകയാണ്. പ്ലസ് 1/2. ഇനി എന്താവുമെന്നറിയാം? ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് എന്താവും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. ശരിയല്ലേ? ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് എന്താവും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. പറഞ്ഞേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ ആദ്യത്തെ 3 പേര് ചേർന്ന് എന്താവുകയാണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 എന്താ? എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. എഴുതാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? ഫസ്റ്റ് ടേമിന്റെ റൂട്ട്, സെക്കൻഡ് ടേമിന്റെ സൈൻ, തേർഡ് ടേമിന്റെ റൂട്ട്, ദ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, എക്സിന്റെ സൈൻ മൈനസ് 1/4ന്റെ റൂട്ട് 1/2 ദ ഹോൾ സ്ക്വയർ. ഇനി ബാക്കി പറഞ്ഞേ. മൈനസ് എന്താ? ഈ പ്ലസ് 1/2 ആദ്യം എഴുതാം. ആ 1/2നെ ഞാൻ മോഡിഫൈ ചെയ്യുന്നുണ്ട്. 1/2നെ മോഡിഫൈ ചെയ്ത് 2/4 എന്നാക്കി. ഓൾറെഡി അവിടെ ഒരു -1/4 ഉണ്ട്. പ്രശ്നമില്ലല്ലോ. ഈ മോഡിഫിക്കേഷൻ ക്ലിയർ ആണോ? ഈ റൗണ്ട് വരച്ച ആളെയാണ് ആദ്യം എഴുതിയത്. അത് 1/2 ആണ്. 1/2നെ എനിക്ക് വേണമെങ്കിൽ 2/4 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി അവിടെയുള്ള -1/4 അതിനുശേഷം എഴുതി. ക്ലിയർ ആണല്ലോ മച്ചാമാരെ? സംഭവം സെറ്റ് അല്ലേ? സംശയമില്ലെന്ന് വിചാരിച്ചോട്ടെ. എടാ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, തെറ്റിക്കരുത്. ഈ ഒരു പൊസിഷനൊക്കെ ആകുമ്പോഴാണ് പല കുട്ടികളും മിസ്റ്റേക്ക് ആക്കുന്ന കാണുന്നത്. അത് ഫൈനൽ ആൻസറിലോട്ട് എത്തുന്നതിലേക്ക് നിങ്ങളെ തടയും.
കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കി ചെയ്യണം, തെറ്റത്തില്ല, ഈസി ആയിട്ട് സ്കോർ ചെയ്യണം, കാരണം ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 1/x² + a² ഇന്റഗ്രേഷൻ പഠിക്കാനുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ച ചോദ്യമാണ്. ഓക്കെ, സോ എന്താണ് വരിക? 1/2 ഇൻറ്റു ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 1 വരും, 1/4 വരും അല്ലെ? സംശയമില്ലെന്ന് വിചാരിക്കുന്നു. സോ 1/2 ഇൻറ്റു ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/4 എങ്ങനെ എഴുതാം? 1/2 ദ ഹോൾ സ്ക്വയർ. ഇതിപ്പോ ഏത് ഫോമിലായി? ഇന്റഗ്രൽ dx ബൈ x² പ്ലസ് a², 1/a tan ഇൻവേഴ്സ് x ബൈ a പ്ലസ് c. ശരിയല്ലേ? ഓൾറെഡി അവിടെ ഒരു 1/2 ഉണ്ട്. 1/a 1/1/2 tan ഇൻവേഴ്സ് x ബൈ a x മൈനസ് 1/2 ബൈ 1/2 പ്ലസ് എന്താണ്? c. ക്ലിയർ ആണോ? ഇനി ആ x ആയിട്ട് സങ്കല്പിച്ചത് x മൈനസ് ഹാഫ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1/2 കട്ടായി. ശരിയല്ലേടോ? ഇപ്പൊ എന്താണ് കിട്ടുക? ടാൻ ഇൻവേഴ്സ് ക്രോസ് ചെയ്താൽ 2x മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് എന്താണ്? c. 2 കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 2x മൈനസ് 1 പ്ലസ് c അല്ലെ? ടാൻ ഇൻവേഴ്സ് 2x മൈനസ് 1 പ്ലസ് c. ക്ലിയർ ആണോ നോക്കണേ? ടാൻ ഇൻവേഴ്സ് 2x മൈനസ് 1 പ്ലസ് c. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി is the answer. Tan inverse 2x minus 1 plus c. തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 4ാമത്തെ ചോദ്യം. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x ഇൻറ്റു 1 പ്ലസ് ln x ഹോൾ റൈസ് ടു n എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ? 1 പ്ലസ് ln x എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 plus ln x is equal to t. 1ന്റെ ഡെറിവേറ്റീവ് 0. ln x ഡെറിവേറ്റീവ് 1/x dx is equal to എന്ത് വരും? dt. സോ ഇന്റഗ്രൽ ആ 1/x dx ചേർന്ന് dt ആവും. 1 പ്ലസ് ln x എന്നുള്ളത് t ആവും. ടിയുടെ പവറിൽ ഒരു n ഉണ്ട്. സോ ഇന്റഗ്രൽ t റൈസ് ടു മൈനസ് n dt എന്ന് വരും അല്ലെ? 1/t റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? t റൈസ് ടു മൈനസ് n. x റൈസ് ടു n ന്റെ ഇന്റഗ്രൽ എന്താണ്? x റൈസ് ടു n പ്ലസ് 1/n പ്ലസ് 1. t raised to minus n plus 1 divided by minus n plus 1 plus c. ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? t raised to മൈനസ് n പ്ലസ് 1നെ മൈനസ് ഓഫ് n മൈനസ് 1 എന്ന് എഴുതാം. കാരണം ടിയുടെ പവർ ഒന്നും മുകളിലില്ല, ന്യൂമറേറ്ററിൽ ഒന്നും ടി ഇല്ല. ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് ആണ്. 1 പ്ലസ് ലോഗ് എക്സ് ന്യൂമറേറ്ററിൽ വരുന്ന ഒറ്റ ടേം പോലും ഓപ്ഷനിലില്ല. 1 പ്ലസ് ലോഗ് എക്സ് എല്ലാം ഡിനോമിനേറ്റേഴ്സിലാണ് കിടക്കുന്നത്. അപ്പം എന്താണ്? എക്സ് റൈസ് ടു മൈനസ് എന്നിനെ 1/x റൈസ് ടു n ആക്കി താഴെ ഇറക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? എക്സ് റൈസ് ടു മൈനസ് എന്നിനെ 1/x റൈസ് ടു n ആക്കി താഴെ ഇറക്കാം. അപ്പൊ ടിയുടെ പവറിൽ മൈനസ് വരുത്താൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി ഞാനൊരു മൈനസ് ഇങ്ങനെ പുറത്തെടുത്തതാണ്. മൈനസ് ഓഫ് n മൈനസ് 1 എന്ന് എഴുതാം. മൈനസ് n പ്ലസ് 1നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് n പ്ലസ് 1 തിരിച്ചു കിട്ടും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? അവിടുന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് n മൈനസ് 1 പ്ലസ് c. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഇതെന്താണ് വരുന്നത്? ഒരു മൈനസ്, ഈ കാണുന്ന മൈനസ് ഫ്രാക്ഷൻ തന്നെ കൊടുക്കാം. മൈനസ് 1 ഡിവൈഡഡ് ബൈ, ഓൾറെഡി അവിടെ ഒരു ഡിനോമിനേറ്ററിൽ n മൈനസ് 1 ഉണ്ട്. ടി റൈസ് ടു മൈനസ് ഓഫ് n മൈനസ് 1 താഴെ വരുമ്പോൾ ടി റൈസ് ടു n മൈനസ് 1 ആവും അല്ലെ? എക്സ് റൈസ് ടു മൈനസ് n താഴെ വരുമ്പോൾ എക്സ് റൈസ് ടു n ആവും. ടി റൈസ് ടു മൈനസ് ഓഫ് n മൈനസ് 1 താഴെ വരുമ്പോൾ ടി റൈസ് ടു n മൈനസ് 1, മൈനസ് മാറി പ്ലസ് ആവും. പ്ലസ് എന്താണ്? സി. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? ടിക്ക് വാല്യൂ കൊടുത്താൽ മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഇൻറ്റു ടിയുടെ വാല്യൂ എന്താ? ടിയുടെ വാല്യൂ 1 പ്ലസ് ln x ആണ്. ടിയുടെ വാല്യൂ 1 പ്ലസ് ln x ആണ്. 1 പ്ലസ് ln x റൈസ് ടു n മൈനസ് 1 പ്ലസ് എന്താണ്? സി. സോ മൈനസ് 1 n മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ln x റൈസ് ടു n മൈനസ് 1 പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ ആണോ നോക്കണേ? മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ln x റൈസ് ടു n മൈനസ് 1
പ്ലസ് സി. ഓപ്ഷൻ ഡി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഈ ടൈപ്പ് ചോദ്യം വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആണ്. ഈ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഓക്കെ, യെസ്, നോക്കിക്കേ. സോ നോക്കിക്കേ, I1 എന്ന് പറയുന്ന ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ 0 to pi x dx ഡിവൈഡഡ് ബൈ 1 plus 9x dx. ഫൈൻഡ് ദ വാല്യൂ ഓഫ് I1 എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നോക്കാം. I1 is equal to integral 0 to pi x dx divided by 1 plus sin x. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ 0 to a f of x dx നെ ഇന്റഗ്രൽ 0 to a f of അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് a മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈ കാണുന്ന എക്സ് എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് അഥവാ പൈ മൈനസ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ 0 to pi എക്സ് കണ്ടു, പൈ മൈനസ് എക്സ് കൊടുത്തു, ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് എക്സ് മാറി പൈ മൈനസ് എക്സ് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ 0 to pi പൈ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ I1 തന്നെയാണ്, പൈ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് പൈ മൈനസ് എക്സ്. 180 മൈനസ് 180 ഇവിടെ വരും. 180 മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്. ASTC ആണ് കോഡ്, ഹോൾ സിൽവർ ടീ കപ്പ്. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് ഈ സൈൻ എന്താണ്? പോസിറ്റീവ്. സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണ്. 90 പ്ലസിലും 90 മൈനസിലും ആണ് സൈൻ കോസ് ആവുന്നതും കോസ് സൈൻ ആവുന്നതും ടാൻ കോട്ട് ആവുന്നതും കോട്ട് ടാൻ ആവുന്നതും കൊസീക്ക് സീക്ക് ആവുന്നതും സീക്ക് കൊസീക്ക് ആവുന്നതും. സോ ദേ ആർ കോംപ്ലിമെന്ററി അല്ലെ? ഇതെന്താണ്? സപ്ലിമെന്ററി ആണ്. അപ്പൊ എന്താണ്? സൈൻ സൈൻ തന്നെ ആയിരിക്കും. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ശ്രദ്ധിക്കണം, ചിഹ്നം മാറും കേട്ടോ. അത് ക്വാഡ്രന്റ് അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് സൈൻ എക്സ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ രണ്ട് I1കൾ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മുടെ കയ്യിൽ ഒരു I1 ഉണ്ട്. ദിസ് ഈസ് അവർ ഫസ്റ്റ് I1. ഇത് സോൾവ് ചെയ്ത് കിട്ടിയ I1 ആണ് ഇത്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തെടുക്കും. അപ്പൊ എന്താണ്? I1 പ്ലസ് I1 പ്ലസ് I1 എന്താണ് കിട്ടുക? ഇന്റഗ്രൽ 0 to pi രണ്ട് ഇന്റഗ്രലിലും കോൺസ്റ്റന്റ് ഉണ്ട്, ഡി എക്സും കോൺസ്റ്റന്റ് ഉണ്ട്. നടുക്ക് കാണുന്ന രണ്ടുപേരെ നമുക്ക് കൂട്ടാം. അതിൽ ഡിനോമിനേറ്റർ കോമൺ ആണ്. 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടേംസിനും 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ കോമൺ ആണ്. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് പൈ മൈനസ് എക്സ്, അവിടെ പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്യാം. ഓക്കെ അല്ലെ? I1 പ്ലസ് I1 എന്ന് പറഞ്ഞാൽ 2I1 എന്ന് വരും. ശരിയാണല്ലോടാ? I1 പ്ലസ് I1 2I1 ഇസ് ഈക്വൽ ടു, ഇനി പൈ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം, പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ? 1/1 പ്ലസ് സൈൻ എക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ശരിയല്ലേ? അതായത് 2I1 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi 1 പ്ലസ് സൈൻ എക്സിന്റെ കോൺജുഗേറ്റ് 1 മൈനസ് സൈൻ എക്സ് മുകളിൽ വരും. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് അല്ലെ? ഓൾറെഡി അവിടെ 1 പ്ലസ് സൈൻ എക്സ് ഉണ്ട്, കൂടെ ആരും കൂടെ വരും? 1 മൈനസ് സൈൻ എക്സും കൂടെ വരും. ശരിയാണല്ലോ? അത്രയും എന്താണ്? ഡി എക്സ്. ഈ 1 മൈനസ് സൈൻ എക്സ് വെട്ടിയാൽ വിലയ്ക്ക് വ്യത്യാസമില്ലല്ലോ, പഴയ സാധനം തന്നെ. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ നോക്കിയേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആരാണ്? കോസ് സ്ക്വയർ എക്സ്. സോ 2I ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്
dx. Okay, so this is equal to pi into integral 0 to pi. ഇനി ഇത് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 1 by cos square x എന്ത് വരും, sec square x മൈനസ് sin x by cos square x. അതിൽ ഒരു sin x by cos x tan x ആവും. പിന്നെ വരുന്ന ബാക്കി ഒരു 1 by cos x sec x ആകും. കുറെ പ്രാവശ്യം ചർച്ച ചെയ്ത ചോദ്യമാണിത്. dx ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ. സോ 2i is equal to i1 is equal to pi into പറഞ്ഞേ sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്, tan x. tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. sec x tan x ന്റെ ഇന്റഗ്രൽ sec x. sec x ന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ പൈ വരെ. ക്ലിയർ ആണല്ലോ. സോ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുക, 2i1 is equal to പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ tan n പൈ 0 ആണ്. sec പൈ എന്ന് പറഞ്ഞാൽ sec 180. അപ്പൊ cos 180 ആലോചിക്കണം. cos 180 മൈനസ് 1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ മൈനസ് 1 വരും. അപ്പർ ലിമിറ്റ് ആയി മൈനസ് ലോവർ ലിമിറ്റ് tan 0 0 sec 0 1. ഓക്കെ അല്ലടാ. സോ എന്താ വരിക പറഞ്ഞേ, സോ 2i1 is equal to പൈ ഇൻറ്റു 2 മൈനസ് ചേർന്ന് പ്ലസ് 1, വീണ്ടും 2 മൈനസ് ചേർന്ന് പ്ലസ് 1 ഈക്വൽ ടു 2 പൈ അല്ലെ. അതായത് നമുക്ക് എന്ത് കിട്ടി, 2i1 is equal to 2 പൈ എന്ന് വരും. 2 കട്ട് ചെയ്താൽ എന്താണ് കിട്ടുക, i1 is equal to പൈ. i1 is equal to പൈ. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് i1 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എടാ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂസിൽ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. tan 180 0 ആണെന്ന് അറിഞ്ഞിരിക്കണം, sec 180 മൈനസ് 1 ആണെന്ന് അറിഞ്ഞിരിക്കണം, tan 0 0 ആണെന്ന് അറിഞ്ഞിരിക്കണം, sec 0 1 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വാല്യൂസ് പഠിക്കുക മസ്റ്റായിട്ടും. വളരെ വിശദമായിട്ട് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഈ വാല്യൂസ് ഒക്കെ ചർച്ച ചെയ്തതാണ്. അത് എവിടൊക്കെ നിങ്ങൾ മാത്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് എന്താണ് ട്രിഗണോമെട്രി വരുന്നുണ്ടോ, അവിടെ എല്ലാം ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇന്ന സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആവശ്യം വരുന്ന സാധനമാണ്. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ 30 60 90 180 0 മുതലായിട്ടുള്ള 90 മുതലായിട്ടുള്ള വാല്യൂസിലുള്ള മുതലായിട്ടുള്ള ആംഗിൾസിലുള്ള വാല്യൂസ് അത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അതിനകത്ത് നോ കോംപ്രമൈസ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. സോ നമ്മുടെ ആൻസർ എന്താണ് കിട്ടുക, പൈ ആണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. പൈ. ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിക്കുന്നത്, വാട്ട് ഈസ് i1 പ്ലസ് i2. ഓക്കെ, അതിന് i2 എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, i2 എന്താണ്, ഈ പാർട്ടാണ്. i2 is equal to integral 0 to pi minus x by 1 minus sin of pi plus x. Integral 0 to pi minus x divided by എന്താണ് 1 minus sin of pi plus x. 1 minus sin of pi plus x dx. 1 മൈനസ് സൈൻ ഓഫ് എന്താണ് പൈ പ്ലസ് എക്സ് ഡി എക്സ്. നോക്കിക്കേ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ. എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഒരു റിസൾട്ട് കൊടുക്കാം, പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ പ്ലസ് എക്സ്. പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പൈ, പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ്, ASTC ആണ് കോഡ്. തേർഡ് ക്വാഡ്രന്റ് ടാൻ ആണ് പോസിറ്റീവ്, സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് സൈൻ എക്സ് വരും. പക്ഷെ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവും കൂടെ വരും. തേർഡ് ക്വാഡ്രന്റ് സൈൻ നെഗറ്റീവ് ആണ്. ശരിയാണല്ലോ. അത്രയും എന്താണ് ഡി എക്സ്. അതായത് ഇന്റഗ്രൽ 0 ടു പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. ഇനി നമ്മൾ ആ ഇന്റഗ്രൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. x can be replaced by upper limit minus x. Integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx. So I2 is equal to integral 0 to pi
എക്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. പൈ മൈനസ് അപ്പർ ലിമിറ്റ് പൈ മൈനസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു എക്സിനെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് അപ്പർ ലിമിറ്റ് പൈ മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പൈ മൈനസ് പൈ പ്ലസ് എക്സ് അല്ലെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പൈ മൈനസ് പൈ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ ഓഫ് 180 മൈനസ് എക്സ്. 180 മൈനസ് സെക്കൻഡ് ക്വാഡ്രന്റ്, സൈൻ പോസിറ്റീവ്, നമുക്ക് എന്ത് തന്നെ കിട്ടും, സൈൻ എക്സ് തന്നെ കിട്ടും. പ്ലസ് പൈ മൈനസ് പൈ കട്ടായി ഡി എക്സ്. സോ I2 is equal to integral 0 to pi x divided by 1 plus sin x dx. This is nothing but I1. എന്താണ്, ഇന്റഗ്രൽ 0 to pi x divided by 1 plus sin x dx. അതല്ലേ I1. ഇന്റഗ്രൽ 0 to pi x divided by 1 plus sin x dx ആണ് നമ്മുടെ I1 എന്ന് പറയുന്നത്. I1 ന്റെ വാല്യൂ എന്താണ്, പൈ ആണ്. I2 ഉം I1 ഉം സെയിം ആണെന്ന് കിട്ടി. സോ ഇതിന്റെ വാല്യൂ എത്രയാണ്, പൈ. I2 ന്റെ വാല്യൂ എത്രയാണ്, പൈ തന്നെയാണ് കിട്ടും. I1 ന്റെ ഒരു മോഡിഫൈഡ് ഫോം മാത്രമായിരുന്നു I2. ശരിയല്ലേ, I1 ന്റെ ഒരു മോഡിഫൈഡ് ഫോം മാത്രമായിരുന്നു I2. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് പാർട്ടിൽ I1 പ്ലസ് I2 പൈ പ്ലസ് പൈ, ആൻസർ എന്ത് വരും, 2π. ശരിയാണല്ലോ. I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു, I1 ഉം പൈ ആണ്, I2 ഉം പൈ ആണ്, പൈയും പൈയും കൂട്ടിയാൽ ആൻസർ എന്ത് വരും, 2π is the required solution അല്ലെ. 2π is the required solution. ഓപ്ഷൻ എ 2π എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കിട്ടി. സോ ഇതായിരുന്നു നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, 6ാമത്തെ ക്വസ്റ്റ്യൻ. What is the derivative of 2 raised to sin x raised to 2 with respect to sin x? ഈ കാണുന്ന ആളുടെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരണം, sin x ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൽ വരണം. a raised to x ഡെറിവേറ്റീവ് a raised to x log a, അതായത് 2 raised to sin x ന്റെ സ്ക്വയർ log 2 കഴിയുന്നില്ല. ഇനി അകത്തുള്ള ഫംഗ്ഷൻ sin x ന്റെ സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ചെയിൻ റൂൾ പ്രകാരം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, സൈൻ എക്സിന്റെ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 sin x, അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ sin x, അതിന്റെ ഡെറിവേറ്റീവ് cos x, ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ്, cos x. ക്ലിയർ ആണല്ലോ. cos x കട്ട് ചെയ്യാം. ബാക്കി ഒരു 2 ഉണ്ട്, log 2 ഉണ്ട്. അത് ഞാൻ സൈഡിലോട്ട് ഒന്ന് എഴുതട്ടെ. 2 log 2 n log a. n log a എന്താണ്, log a raised to n ആണ്. 2 log 2 എന്ന് പറഞ്ഞാൽ log 2ന്റെ സ്ക്വയർ ആണ്, എത്ര വരും, log 4 വരും. ശരിയാണല്ലോ. അപ്പൊ 2 log 2 log 4 വരും. ഓക്കെ, അപ്പൊ അതങ്ങ് മാറ്റി. ബാക്കി ഒരു 2 raised to sin x ന്റെ സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു sin x ഉണ്ട്. എല്ലാം കൂടെ വരുന്ന ആൻസർ ഏതാ, ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ, ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ. 2 raised to sin x ന്റെ സ്ക്വയർ ഉണ്ട്, ഒരു sin x ഉണ്ട്, ഒരു log 4 ഉണ്ട്. എല്ലാം കൂടെ പുറത്തിണങ്ങുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ. sin x ഉണ്ട്, 2 raised to sin x ന്റെ സ്ക്വയർ ഉണ്ട്, log 4 ഉണ്ട്. ശരിയല്ലേ. sin x ഇൻറ്റു 2 raised to sin x ന്റെ സ്ക്വയർ ഇൻറ്റു log 4. ഏതാണ് ഓപ്ഷൻ വരിക, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. അപ്പൊ എന്താ ഓർത്തിരിക്കണ്ടേ, a raised to x ന്റെ ഡെറിവേറ്റീവ്, a raised to x ന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഏറ്റവും ഔട്ട്സൈഡ് ഫംഗ്ഷൻ a raised to x ആണ്. ഏറ്റവും പുറത്തെ പെട്ടി തുറക്കുന്നത് a raised to x ആണ്. a raised to x ന്റെ a raised to x log a, അതിനകത്തുള്ളത് സ്ക്വയർ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് 2x, അതായത് 2 sin x, അതിന്റെ അകത്തുള്ളത് സൈൻ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് cos x. വിത്ത് റെസ്പെക്ട് ടു sin x ആവുമ്പോൾ sin x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, cos x. പിടികിട്ടിയോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. For what value of k the function f of x equal to 2x plus 1 by 4 x less than 0 and k if x equal to 0 and x plus 1 by 2 square if x greater than 0 is continuous. So continuous ആവണമെങ്കിൽ k എന്താണെന്നാണ് ചോദ്യം. കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം, ആണെങ്കിൽ 0യിലും കണ്ടിന്യൂസ് ആയിരിക്കണം. 0യുടെ ലെഫ്റ്റ് ലിമിറ്റും 0യുടെ റൈറ്റ് ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് 0യും കോയിൻസൈഡ് ചെയ്യണം. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് 0 ആണ് k.
k should be coincide with the left limit. Left limit എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് x tends to 0 മൈനസ് f of x. അതായത് ലിമിറ്റ് x tends to 0 മൈനസ് എന്ന് പറഞ്ഞാൽ x ലെസ് ദാൻ 0. കറസ്പോണ്ടിങ് f of x എന്താണ്? 2x പ്ലസ് 1/4. എക്സിന് 0 കൊടുത്താൽ 2 into 0 പ്ലസ് 1/4. സോ ഓപ്ഷൻ എ 1/4 ഇസ് ദ ആൻസർ. ഇത് റൈറ്റ് ലിമിറ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന കേസ് എഴുതാൻ എന്താണ്? 1/4 തന്നെയാണ് കിട്ടുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സിന് 0 കൊടുത്താൽ 0 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ, അതായത് 1/2 സ്ക്വയർ. അന്നേരം എന്ത് കിട്ടും? 1/4 കിട്ടും. ബോത്ത് കേസസ് ആൻസർ വിൽ ബിക്കം 1/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 8ാമത്തെ ചോദ്യം. What is the area of the region enclosed between the curve y square equal to 2x and the straight line y is equal to x? യെസ്, ഇതിന്റെ ഡയറക്റ്റ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? y square is equal to 4ax ഉം y square equal to 4ax ഉം y equal to mx ഉം തമ്മിൽ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്താണ്? 8a square divided by 3m cube. അല്ലെ? 8a square divided by 3m cube. ഈ ഫോർമുല ഉപയോഗിച്ച് ഡയറക്റ്റ് ചെയ്തൂടെ? കമ്പയറിംഗ് ദിസ് വിത്ത് y square is equal to 4ax. 4a വാല്യൂ എന്ത് വരും? 2 വരും. a വാല്യൂ 2/4 വരും. ദാറ്റ് വിൽ ബിക്കം 1/2. ഇനി y equal to x is compared with y equal to mx. m is equal to 1 വരും. സോ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 8a square divided by 3m cube ആണ്. 8 into a square 1/2 സ്ക്വയർ 1/4. 3 into m cube 1 ക്യൂബ് 1. 4ഉം 8ഉം കട്ട് ചെയ്താൽ 2 വരും. ന്യൂമറേറ്ററിൽ 2 വരും, ഡിനോമിനേറ്ററിൽ 3 വരും. സ്ക്വയർ യൂണിറ്റ്സ് ഓക്കെ ആണോ നോക്കണേ? 2/3 സ്ക്വയർ യൂണിറ്റ്സ്. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? 8a square divided by 3m cube സോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 2/3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പൊ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ. ആ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 9ാമത്തെ ക്വസ്റ്റ്യൻ. f of x is equal to x cube by 3 minus 5x square by 2 plus 6x plus 7 increases in the interval t and decreases in the interval s. What is the then which one of the following is correct? So നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻക്രീസിംഗ് ഇന്റർവെല്ലും കണ്ടുപിടിക്കണം, ഡിക്രീസിംഗ് ഇന്റർവെല്ലും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ പ്രൊസീജിയർ ടു ഫൈൻഡ് ഔട്ട് ദ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഇന്റർവെൽ എന്തായിരുന്നു പ്രൊസീജിയർ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു, നമ്പർ ലൈൻ വരയ്ക്കുന്നു, ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇന്റർവെൽസ് ഫോം ചെയ്യുന്നു, ചെക്ക് പോയിന്റ് എടുക്കുന്നു, ചെക്ക് പോയിന്റ് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിംഗ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിംഗ്. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഒരു ഡിക്രീസിംഗ് കഴിഞ്ഞാൽ അടുത്ത ഇൻക്രീസിംഗ്, വീണ്ടും ഡിക്രീസിംഗ്, വീണ്ടും ഇൻക്രീസിംഗ്. ശരിയല്ലേ? സോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? f ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, f ഓഫ് എക്സ് എന്ന് എടുത്ത് എഴുതുവാണേ. നമ്മുടെ f ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? f ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x ക്യൂബ് ബൈ 3 മൈനസ് 5x സ്ക്വയർ ബൈ 2. x ക്യൂബ് ബൈ 3 മൈനസ് 5x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6x പ്ലസ് 7 അല്ലെ? പ്ലസ് 6x പ്ലസ് 7. എഫ് ഡാഷ് എക്സ് എടുത്താൽ എന്താണ് കിട്ടുക? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ബൈ 3 മൈനസ് 5/2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 6 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, 7ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. 3 കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എഫ് ഡാഷ് എക്സ് അഥവാ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ശരിയാണല്ലോ? ഇത് 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. അവിടെ എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. എന്തൊക്കെയാണ്? ഇതിനെ മോഡിഫൈ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ?
എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 കിട്ടും. അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 2,3. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവെൽസ് ഫോം ചെയ്യണം അല്ലെ? എക്സിന്റെ വാല്യൂ 2ഉം 3ഉം. ഇപ്പൊ 3 ഇന്റർവെൽസ് -∞ to 2 ഒരു ഇന്റർവെല്, 2 to 3 അടുത്ത ഇന്റർവെല്, 3 to ∞ അടുത്ത ഇന്റർവെൽ. ക്ലിയർ ആണല്ലോ? ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിൽ നിന്ന് ഒരു ചെക്ക് പോയിന്റ് എടുക്കും. -∞ to 2 എന്നുള്ള ഇന്റർവെല്ലിലാണ് 0 വരിക അല്ലെ? ആ 0 ചെക്ക് പോയിന്റ് ആയിട്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ f'0 എത്ര വരും? എക്സ് ഉള്ള രണ്ട് ടേമും പോകും, 6 വരും. ഗ്രേറ്റർ ദാൻ 0 ഇൻക്രീസിങ്. അപ്പൊ ഈ ഇന്റർവെൽ എന്താണ്? ഇൻക്രീസിങ്. തൊട്ടിപ്പുറത്ത് ഡിക്രീസിങ്, തൊട്ടിപ്പുറത്ത് ഇൻക്രീസിങ്. അപ്പൊ ഇൻക്രീസ് ആവുന്ന ഇന്റർവെല്ലിനെ അവർ വിളിച്ച പേരാണ് ഇൻക്രീസസ് ഇൻ ദ ഇന്റർവെൽ ടി അല്ലെ? ഇപ്പൊ ടി എന്ന് പറയുന്ന ഇന്റർവെല്ല് നമുക്ക് കിട്ടും. ടി എന്ന് പറഞ്ഞ ഇന്റർവെൽ എന്താണ്? ഇൻക്രീസ് ആവുന്ന ഇന്റർവെൽ -∞ to 2 to യൂണിയൻ 3 to ∞ അല്ലെ? -∞ മുതൽ 2 വരെ, യൂണിയൻ 3 to ∞. ഇവിടെയും ഇൻക്രീസിംഗ് ആണ്, ഇവിടെയും ഇൻക്രീസിംഗ് ആണ്. ഇനി ഡിക്രീസ് ആവുന്ന ഇന്റർവെൽ ഏതാണ്? 2 to 3. ഡിക്രീസ് ആവുന്ന ഇന്റർവെലിനെ അവർ വിളിച്ച പേരാണ് എസ്, ദാറ്റ് ഈസ് 2 to 3. ടിയും കിട്ടി, എസും കിട്ടി. -∞ to 2 യൂണിയൻ 3 to ∞ ആൻഡ് 2 to 3. ഫസ്റ്റ് ഓപ്ഷൻ. ടിയുടെ വാല്യൂ എന്താണ്? -∞ to 2, -∞ to 2 യൂണിയൻ 3 to ∞ ആൻഡ് s is equal to 2 to 3. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരും. ഓക്കെ അല്ലെ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് നോക്കിക്കേ, ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഈസിയാണ്, ഒറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടും. കിട്ടുന്നുണ്ടോ? സൈൻ ഓഫ് കോസ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് -sin x വരും. ഓപ്ഷൻ ഡി. എല്ലാവർക്കും കിട്ടിയിരുന്നോ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളാരാണ്? സൈൻ ഓഫ് കോസ് എക്സ് ആണ് അല്ലെ? f'(x) എടുക്കുകയാണെങ്കിൽ sin x ഡെറിവേറ്റീവ് കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു അകത്തുള്ള കോസ് എക്സ് ഡെറിവേറ്റീവ് -sin x. സോ ആൻസർ എന്ത് വരും? -sin x ഇൻറ്റു കോസ് ഓഫ് കോസ് എക്സ്. -sin x ഇൻറ്റു കോസ് ഓഫ് കോസ് എക്സ്. 11ാമത്തെ ചോദ്യം. ഇന്റഗ്രൽ 0 to π/2 മോഡുലസ് ഓഫ് sin x മൈനസ് കോസ് എക്സ് dx is equal to എന്നുള്ളതാണ് ചോദ്യം. ഇന്റഗ്രൽ 0 to π/2 മോഡുലസ് ഓഫ് sin x മൈനസ് കോസ് എക്സ് dx. ഓക്കെ, മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട്, ഈ sin x മൈനസ് കോസ് എക്സ് എന്താണ്? മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? sin x ഉം cos x ഉം സെയിം ആവുന്ന പോയിന്റിലായിരിക്കും അത് സ്പ്ലിറ്റ് ആവുക. അതേതാണ്? π/4 ആണ് അല്ലെ? sin x ഉം cos x ഉം സെയിം ആവുന്ന പോയിന്റ് എന്താണ്? π/4 ആണ്. ശരിയല്ലേ? ഈ അകത്തുള്ള സാധനം 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിന് കിട്ടുന്ന വാല്യൂ നോക്കിയാൽ മതി, ഇത് സ്പ്ലിറ്റ് അടിക്കേണ്ട പോയിന്റ് കിട്ടും. മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ ഇപ്പോഴും ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. മോഡുലസിനകത്ത് കിടക്കുന്ന സാധനം സൈഡിൽ പോയി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആ പോയിന്റിലാണ് മോഡുലസ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ അതിന് മുൻപ് പോസിറ്റീവ് ആണോ, അതിനുശേഷം പോസിറ്റീവ് ആണോ, അതിന് മുൻപ് ആണോ നെഗറ്റീവ്, അതിനുശേഷമാണോ എന്നൊക്കെ നമുക്ക് അറിയണം. അതിനൊരു ചെക്ക് പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, sin x മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് sin x ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടും. അവിടുന്ന് x ഇസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. sin 45 തന്നെയാണ് cos 45, ദാറ്റ് ഈസ് 1/√2. ഇനി ഈ 45ന് മുൻപുള്ള ഒരു പോയിന്റ് എടുക്കുക. 45ന് മുൻപ് 30 എന്നുള്ള ഒരു പോയിന്റ്, ഒരു ട്രയൽ x ഇസ് ഈക്വൽ ടു 30 എടുത്തു കഴിഞ്ഞാൽ അതിൽ sin x മൈനസ് കോസ് എക്സ് കണ്ടുപിടിക്കുക. sin 30 മൈനസ് കോസ് 30, 1/2 മൈനസ് √3/2, 0.5 മൈനസ് √3/2 എന്ന് പറഞ്ഞാൽ 1.73/2 ആണ്. അത് 0.5നേക്കാൾ വലുതായിരിക്കും. 1/2നേക്കാൾ വലുതായിരിക്കുമല്ലോ 1.73/2. അപ്പം എന്താണ്? ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂ കുറച്ചാൽ ദാറ്റ് വിൽ ബിക്കം ലെസ് ദാൻ 0 അല്ലെ? അപ്പൊ എന്താണ്? 0 മുതൽ ഈ ക്രിട്ടിക്കൽ പോയിന്റ് വരെ, π/4 വരെ, അതാണല്ലോ π/4ന് മുൻപുള്ള വാല്യൂസ്. അവിടെ sin x മൈനസ് കോസ് എക്സ് നെഗറ്റീവ് ആയിരിക്കും.
നെഗറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം അല്ലെ? നെഗറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ശരിയാണല്ലോ? അത്രയും ഡി എക്സ് പ്ലസ് ഇനി π/4 മുകളിലോട്ട് π/4 മുതൽ π/2 വരെ എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഇന്റർവെല്ലിൽ പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ല? ഒരു ഇന്റർവെല്ലിൽ പറഞ്ഞാൽ അടുത്തത് കൂടുതലേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ചെക്ക് പോയിന്റ് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 45 ശേഷമുള്ള ഒരു ചെക്ക് പോയിന്റ് 60. അവിടെ സൈൻ 60 മൈനസ് കോസ് 60 എടുത്ത് നോക്കാം. സൈൻ 60 എന്താണ്? √3/2. കോസ് 60 1/2 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. ശരിയല്ലേ? π/4 ടു π/2 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്തെടുക്കാം? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പോസിറ്റീവ് ആണ്. അവിടെ എന്തെടുത്താൽ മതി? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ്. ഐഡിയ പിടി കിട്ടിയോ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യാം? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ശരി, കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് കുറച്ചുകൂടെ താഴെ എഴുതാം, കുറച്ചുകൂടെ സ്പേസ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്. രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് കോസ് എക്സ് ആവും. ഓവർ ദ ലിമിറ്റ് 0 മുതൽ π/4 വരെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് ഓവർ ദ ലിമിറ്റ് π/4 മുതൽ π/2 വരെ. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാം? ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 45 1/√2 അല്ലെ? π/4 കൊടുക്കുമ്പോൾ സൈൻ 45 1/√2, കോസ് 45 1/√2 അപ്പർ ലിമിറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 0, കോസ് 0 1 പ്ലസ്. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 90 1 ആണ്, കോസ് 90 0 വരും, മൈനസ് സൈൻ 90 1. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോസ് 45 1/√2 മൈനസ് സൈൻ 45 1/√2. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2 പ്ലസ് 1/√2 2/√2 വരും, മൈനസ് 0 പ്ലസ് 1 1 വരും, പിന്നെന്താ? മൈനസ് 0 മൈനസ് 1 വീണ്ടും മൈനസ് 1 വരും, മൈനസ് 1/√2 മൈനസ് 1/√2 മൈനസ് 2/√2 വരും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2/√2 മൈനസ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും 2/√2. ശരിയാണല്ലോ? 2/√2 പ്ലസ് 2/√2 എന്താണ് കിട്ടുക? 4/√2 മൈനസ് എന്താണ്? 2. 4/√2 മൈനസ് 2 ഉണ്ടോ നോക്കിക്കേ. കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യേണ്ടി വരും. 4/√2 മൈനസ് 2 എന്ന ഓപ്ഷനിലില്ല. ഇനി എങ്ങനെ മോഡിഫൈ ചെയ്യാം? 4നെ 2 × 2 എന്ന് എഴുതാം, /√2 മൈനസ് 2. ഓക്കെ ആണോ നോക്കണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × ഒരു √2വിനെ ഞാൻ √2 × ഒരു 2വിനെ ഞാൻ √2 × √2 എന്ന് എഴുതി. 2 ക്യാൻ ബി റിട്ടൺ as √2 × √2. ശരിയല്ല? √2 × √2 എന്താവും? 2 ആവും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? √2 ഉണ്ട്, മൈനസ് 2 ഉണ്ട്. ഒരു √2 എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? 2√2 മൈനസ് 2. 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാവും? √2 മൈനസ് 1. സോ 2 × √2 മൈനസ് 1 വരും ആൻസർ. ഓക്കെ ആണോ നോക്കണേ? 2 × √2 മൈനസ് 1. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതൊന്ന് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. 0 to π/2 sin x minus cos x is a previous question. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2 × √2 മൈനസ് 1 ആണ്. ഓക്കെ, 0 to π/2 sin x മൈനസ് cos x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? 2 × √2 മൈനസ് 1. ക്ലിയർ ആണല്ലോ? 2 × √2 മൈനസ് 1 ആണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 12ാമത്തെ ചോദ്യം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, y ഇസ് ഈക്വൽ ടു a cos 2x പ്ലസ് b sin 2x. എന്നിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് താഴെ പറയുന്ന ഏത് ഓപ്ഷൻ നമുക്ക് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് എടുക്കുക ആദ്യം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് 2x ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x ഇൻറ്റു 2x ഡെറിവേറ്റീവ് 2 വരും. അതും കൂടെ ആഡ് ചെയ്ത് പോവാം. അപ്പൊ മൈനസ് 2a സൈൻ 2x വരും. ഓക്കെ, പ്ലസ് ബി ഇൻറ്റു സൈൻ 2x ഡെറിവേറ്റീവ് കോസ് 2x 2x ഡെറിവേറ്റീവ് 2 വരും. ശരിയാണല്ലോ? അപ്പൊ എന്തായി? ഡി വൈ ബൈ ഡി എക്സ് ആയി. ഇനി എന്താണ്? ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് 2a ഇങ്ങോട്ട് മാറ്റി നിർത്താം. സൈൻ 2x ഡെറിവേറ്റീവ് കോസ് 2x ഇൻറ്റു വരും, എന്തും കൂടെ വരും? 2 കൂടെ വരും. ഓക്കെ അല്ലേ? പ്ലസ് 2b മാറ്റി നിർത്താം. കോസ് 2x ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2x 2x ഡെറിവേറ്റീവ് ഒരു 2 കൂടെ വരും. ഓക്കെ, അതായത് മൈനസ് 4a കോസ് 2x മൈനസ് 4b സൈൻ 2x. ശരിയാണല്ലോ? സോ ഈ രണ്ട് ടേംസിൽ നിന്നും എന്ത് പുറത്തെടുക്കാം? നമുക്ക് മൈനസ് 4 ഇങ്ങോട്ട് പുറത്തെടുക്കാം. ഓക്കെ അല്ലേ? മൈനസ് 4 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാവും? എ കോസ് 2x പ്ലസ് ബി സൈൻ 2x. ശരിയല്ലോ? മൈനസ് 4, ഈ രണ്ട് ടേംസിൽ നിന്ന് മൈനസ് 4 പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാവും? എ കോസ് 2x പ്ലസ് ബി സൈൻ 2x. ഇതെന്താ സാധനം? എ കോസ് 2x പ്ലസ് ബി സൈൻ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? അത് y ആണ്. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4y എന്ന് വരും. മൈനസ് 4 5 ലെഫ്റ്റിലേക്ക് എടുക്കാം. ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇ റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രേഷൻ ബൈ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോസ് എക്സ് പരിസരത്ത് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു അല്ലെ? സൈൻ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി വരും. ഇഫ് യു ആർ ഗോയിങ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യു ഷുഡ് ഹാവ് ടു ചേഞ്ച് ദ ലിമിറ്റ്. ഓക്കെ, പുതിയ ലോവർ ലിമിറ്റ് എന്ത് വരും? ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ പഴയ ലോവർ ലിമിറ്റ് 0 സൈൻ 0 0. പുതിയ അപ്പർ ലിമിറ്റ് ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ പഴയ അപ്പർ ലിമിറ്റ് പൈ ബൈ സൈൻ 90 എന്ന് വരും 1. പുതിയ ലിമിറ്റ് ഇന്റഗ്രൽ 0 ടു 1 ഇ റൈസ് ടു സൈൻ എക്സിന് പകരം ടി കോസ് എക്സ് ഡി എക്സിന് പകരം ഡി ടി. ഇ റൈസ് ടു ടിയുടെ ഇന്റഗ്രൽ ഇ റൈസ് ടു ടി തന്നെ ഓവർ ദ ലിമിറ്റ് 0 ടു 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 1 മൈനസ് ഇ റൈസ് ടു 0. ഇ റൈസ് ടു 1 ഇ വരും, ഇ റൈസ് ടു 0 1 വരും. സോ ഇ മൈനസ് 1 ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ഇ മൈനസ് 1. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് ഇന്റഗ്രൽ എൽ എൻ എക്സ് സ്ക്വയർ ഡി എക്സ്? വാട്ട് ഈസ് ഇന്റഗ്രൽ എൽ എൻ എക്സ് സ്ക്വയർ ഡി എക്സ്? നമുക്കറിയാം ലോഗ് എ റൈസ് ടു എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ലോഗ് എ എന്ന് എഴുതാം അല്ലെ? അപ്പൊ ആ മോഡിഫിക്കേഷൻ ആദ്യം കൊടുക്കുക. ഇന്റഗ്രൽ എൽ എൻ എക്സ് സ്ക്വയറിനെ 2 ഇൻറ്റു എൽ എൻ എക്സ് എന്ന് എഴുതാം ഡി എക്സ്. സോ 2 ഇൻറ്റു ഇന്റഗ്രൽ എൽ എൻ എക്സ് ഡി എക്സ്. 2 ഇൻറ്റു എൽ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് എൽ എൻ എക്സ് മൈനസ് എക്സ് പ്ലസ് എന്താണ്? സി. 2 ഉള്ളിലേക്ക് കൊടുത്താൽ 2x ഇൻറ്റു എൽ എൻ എക്സ് മൈനസ് 2x പ്ലസ് സി. ഓപ്ഷൻ എ 2x ഇൻറ്റു എൽ എൻ എക്സ് മൈനസ് 2x പ്ലസ് സി. ലോഗ് എക്സിന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സ് എൽ എൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ക്ലിയർ ആണല്ലോ? അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 4 ടു y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. 4 2 എന്ന പോയിന്റിൽ നിന്നും y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x എന്ന് പറയുന്ന ലൈനിലേക്കുള്ള എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻസ് ഫ്രം മാക്സിമ മിനിമം. ഓക്കെ, മാക്സിമ മിനിമം. സോ നമ്മളൊരു ഫംഗ്ഷൻ ഫോം ചെയ്യണം. ഓക്കെ, y സ്ക്വയർ ഈക്വൽ ടു 8x ഈ കാണുന്ന
പരാബോളയാണെന്ന് വിചാരിക്കും. y² is equal to 8x. ഇതിനകത്തുള്ള ഒരു പോയിന്റ് ആണ്, ഒരു പോയിന്റിലേക്ക് ഈ 4, 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ XY എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് ഈ പരാബോളയിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് D എന്ന് വിചാരിച്ചോളൂ. നമുക്കറിയില്ല, ജനറലൈസ് ചെയ്ത് നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ XY എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മിനിമം ആണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ ആ ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. മിനിമം ആണെന്ന് തെളിയിക്കപ്പെടുത്താനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ ഭാഗമായിട്ട് ഇത് ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഫ്രം മാക്സിമം മിനിമം. ഓക്കെ, നോക്കിക്കേ എങ്ങനെ ചെയ്യാം നമുക്ക്. സോ ആദ്യമേ ഡിസ്റ്റൻസിന് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം അല്ലെ. ഈ കാണുന്ന ഡിസ്റ്റൻസ് D is equal to, നമ്മുടെ കയ്യിൽ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. x1 y1 എന്ന് പറയുന്ന A എന്ന പോയിന്റിൽ നിന്നും x2 y2 എന്ന B എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ that is calculated by using distance formula. D is equal to root of x2 minus x1 whole square plus y2 minus y1 whole square. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രിയുടെ അടിസ്ഥാന ധാരണയൊക്കെ ഉണ്ടാവണം. അത് വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സാധനമാണ് കേട്ടോ. ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് തന്നെ 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും നമുക്ക് നോക്കാനുണ്ട്. സോ അത് വെച്ചിട്ട് ഈ ഇക്വേഷൻ പറഞ്ഞാടാ എന്തുവരും? റൂട്ട് ഓഫ് x minus 4 whole square plus y minus 2 whole square. ഈ റൂട്ട് ഇപ്പുറം വരുമ്പോൾ സ്ക്വയർ ആണ്. റൂട്ട് ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഐ എം ടേക്കിംഗ് ദ ഫംഗ്ഷൻ ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. d² is equal to x minus 4 whole square plus y minus 2 whole square. ഓക്കെ, ഈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ക്യാൻ ബി ടേക്കൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് x ഓർ y. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ വൈയുടെ ടേംസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എക്സിന്റെ ടേമിലേക്ക് മാറ്റാം. വൈക്ക് വേണമെങ്കിൽ റൂട്ട് 8x കൊടുക്കാം. അപ്പൊ റൂട്ട് വരും, ബുദ്ധിമുട്ടാണ്. ഫ്രം ദാറ്റ് ഇവിടുന്ന് നമുക്ക് x is equal to y² by 8 എന്ന് എഴുതാം. ശരിയല്ലേ? y² equal to 8x ആണ്. അവിടുന്ന് x is equal to y² by 8 എന്ന് എഴുതാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പൂർണ്ണമായിട്ട് വൈയിലേക്ക് മാറുവാണ്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y. ഓക്കെ, സോ x മാറ്റിക്കൊണ്ട് y² by 8 minus 4 the whole square plus y minus 2 whole square. So this is the function to be minimized. മിനിമൈസ് ചെയ്യപ്പെടേണ്ട ഫംഗ്ഷൻ. അപ്പൊ അതിനുവേണ്ടി ആദ്യം എന്ത് കണ്ടുപിടിക്കണം? f' കണ്ടുപിടിക്കണം. x² ഡെറിവേറ്റീവ് 2x. ഏറ്റവും പുറത്തുള്ളത് എന്ത് ഫംഗ്ഷൻ ആണ്? സ്ക്വയർ ഫംഗ്ഷൻ ആണ്. സോ 2 into y² by 8 minus 4 എന്ന് വരും. ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ y² ഡെറിവേറ്റീവ് 2y by 8 മൈനസ് 4 ഡെറിവേറ്റീവ് 0. അപ്പൊ ആ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു. പ്ലസ് അടുത്ത ഫംഗ്ഷൻ 2 into y minus 2 എന്ന് വരും. x² 2x. അകത്തുള്ള y minus 2 ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് അത് എഴുതണ്ട. ഓക്കെ, ഈ 2 into 2 4ഉം താഴെയുള്ള 8ഉമായിട്ട് കട്ട് ചെയ്ത് 2 വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് കിട്ടിയടാ? y² by 8 minus 4 y² by 8 minus 4 into y by 2 plus 2 into y minus 2. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്താൽ എന്താണ് കിട്ടുക? ഈ y by 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ y³ ഡിവൈഡഡ് ബൈ 16 മൈനസ് 4 into y by 2 എന്നുള്ളത് 2y വരും. ശരിയല്ലേ? 4 into y by 2. 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 വരും. ബാക്കി 2y എന്ന് വരും. ഇനി ഇവിടെ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2y minus 4 plus 2y minus 2y കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു y³ ഡിവൈഡഡ് ബൈ 16 minus 4. സോ ദിസ് ഈസ് ദാറ്റ് ഫംഗ്ഷൻ ഓഫ് y. അല്ലെ? y³ ഡിവൈഡഡ് ബൈ 16 minus 4. ഇതാണ് f'. ഈ f' 0 ആവുന്ന പോയിന്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ആ പോയിന്റിലായിരിക്കും മിനിമൈസ് ചെയ്യപ്പെടുക. ശരിയല്ലേ? സോ f' is equal to 0 implies y³ by 16 minus 4 is equal to 0. അല്ലെ? y³ by 16 minus 4 is equal to 0. അവിടെ നിന്ന് എന്ത് കിട്ടും? y³ by 16 is equal to 4. y³ is equal to 4 into 16. y³ is equal to 64.
y is equal to cube root of 64. So y is equal to 4. y is equal to 4. Cube root of 64. നമുക്കറിയാം ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ ഒരു റിയൽ റൂട്ടും ബാക്കി രണ്ട് കോംപ്ലക്സ് റൂട്ടുകളുമാണ് കിട്ടുക. ക്യൂബിക് ഇക്വേഷൻ ആണ്. പലർക്കും സംശയമുണ്ട്, ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട് വരണ്ടേ? ഒരെണ്ണം റിയലും ബാക്കി രണ്ടെണ്ണം കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റിയൽ വാല്യൂഡ് കേസ് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. സോ y is equal to 4 is the only solution. ഓൺലി സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് മിനിമം ആണ് എന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. ഐ ആം ടേക്കിംഗ് ദിസ് ആസ് മിനിമം. കാരണം എന്താ? ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റ് റിയൽ വാല്യൂഡ് കേസിൽ വരുന്നുള്ളൂ. മൊത്തത്തിൽ 3 ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ബാക്കി 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ആണ്. സോ y is equal to 4 is the only real critical point. സോ ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും മിനിമം. അപ്പൊ y 4 ആകുമ്പോൾ ഉള്ള x കണ്ടുപിടിക്കണം. x കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കുക. x is equal to y square by 8. x is equal to y square by 8. 4 square divided by 8. 16 divided by 8 is equal to 2. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ നമ്മുടെ പോയിന്റ് കിട്ടി. മിനിമം കിട്ടുന്ന പോയിന്റ് ഏതാണ്? മിനിമം ഡിസ്റ്റൻസിലുള്ള പോയിന്റ്. പോയിന്റ് ഓഫ് മിനിമം ഡിസ്റ്റൻസ്. മിനിമം ഡിസ്റ്റൻസ് ഫ്രം എന്താണ്? ഏത് പോയിന്റ് എന്നായിരുന്നു? 4 to ഈസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് 2 y കോർഡിനേറ്റ് 4. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. മിനിമം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ പരാബോളയിലുള്ള പോയിന്റ് 2, 4 ആണെന്ന് മനസ്സിലായി. മിനിമം ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഈ കാണുന്ന പോയിന്റ് 4, 2 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 y1 x2 y2. ഡിസ്റ്റൻസ് ഫോർമുല അല്ലെ? y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ശരിയാണേ? അപ്ലൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. 2 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. റൂട്ട് ഓഫ് 4 പ്ലസ് 4. റൂട്ട് 8 is equal to root of 2 into 4 is equal to 2 root 2. ആൻസർ എന്താണ് വരുന്നത്? 2 root 2 ആണ് നമ്മുടെ മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഓപ്ഷൻ ബി 2 root 2 is the answer. ഓക്കെ ആണല്ലോ? ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 4 to, ആ 4 to എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള മിനിമം ഡിസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എത്രയാണ് വരിക? 2 root 2 ആണ് നമ്മുടെ മിനിമം ഡിസ്റ്റൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 15, 16 ക്വസ്റ്റ്യൻ നോക്കോളൂ. The value of k which makes f of x is equal to sin x by x, x not equal to 0, and k if x equal to 0 continuous at x is equal to 0. x is equal to 0 ൽ കണ്ടിന്യൂസ് ആണ്. x is equal to 0 ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ x is equal to 0 ലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 0 f of x f of 0 ആവണം. അല്ലെ? ലിമിറ്റ് x ടെൻസ് ടു 0 f of x എന്താവണം? f of 0 ആണ്. അപ്പോഴാണ് x is equal to 0 ൽ കണ്ടിന്യൂസ് ആവുക. സോ ലിമിറ്റ് x ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ x 0 ലേക്ക് അടുക്കുന്നു, നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ. ദ വാല്യൂ ഈസ് sin x ഈക്വൽ ടു f of 0 എത്രയാണ്? k. ഓക്കെ, ഇത് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാമല്ലോ. sin 0 is equal to k, k is equal to sin 0 എത്രയാണ്? 0. k യുടെ വാല്യൂ എന്താണ്? 0. ഓപ്ഷൻ ഡി is the answer. k യുടെ വാല്യൂ എത്രയാണ്? 0. 0 is not an indeterminate form. 0 by 0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒക്കെ വരുമ്പോഴാണ് അതെന്താവുന്നത്? ഇൻഡിറ്റർമിനേറ്റ് ആവുന്നത്. 17ാമത്തെ ചോദ്യം. What is the minimum value of a square x plus b square y where xy is equal to c square? മാക്സിമം മിനിമം എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? മിനിമം വാല്യൂ ഓഫ് എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ വേർ എക്സ് വൈ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. ഒന്നിലേക്ക് പൂർണ്ണമായിട്ട് എക്സിലേക്ക് മാറ്റാം, അല്ലെ പൂർണ്ണമായിട്ട് വൈയിലേക്ക് മാറ്റാം. നമുക്ക് എക്സിലേക്ക് മാറ്റി ചെയ്യാം. എക്സ് വൈ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ എക്സ്.
ഈ കാണുന്ന സാധനം ഒരു ഫംഗ്ഷൻ ഓഫ് എക്സിലേക്ക് മാറ്റും, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കാം. എന്നിട്ട് എന്തെഴുതാം? എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം സി സ്ക്വയർ ബൈ എക്സ്. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ടു ബി മിനിമൈസ്ഡ്. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ്, എ സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും, ബി സ്ക്വയർ സി സ്ക്വയർ കോൺസ്റ്റന്റ്, 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. So a square minus b square c square by x square. So this is the critical point. This is the first order derivative. ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. f dash x is equal to 0 implies a square minus b square c square by x square is equal to 0. അവിടെ നമുക്ക് എന്ത് കിട്ടും? a square is equal to b square c square divided by x square. ക്രോസ് ചെയ്താൽ x square is equal to b square c square divided by a square. From that x is equal to plus or minus bc by a. എല്ലാവരുടെയും സ്ക്വയർ റൂട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 പോയിന്റുകളുണ്ട്. x is equal to bc by a ഉണ്ട്, x is equal to minus bc by a ഉണ്ട്. 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ക്രിട്ടിക്കൽ പോയിന്റിലാണ് മിനിമം എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം നമ്മളോട് മിനിമം വാല്യൂ ചോദിക്കുന്നത്. ഇതിനകത്ത് ഏത് ക്രിട്ടിക്കൽ പോയിന്റിലാണ് മിനിമം എന്ന് അറിയാതെ എങ്ങനെ മിനിമം വാല്യൂ കണ്ടുപിടിക്കും? സോ വി നീഡ് ടു വെരിഫൈ ദാറ്റ്. ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളെങ്കിൽ നോ നീഡ് ഫോർ വെരിഫിക്കേഷൻ. അത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലും നമുക്ക് 4 എന്ന് പറഞ്ഞ ഒറ്റ റിയൽ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യേണ്ടി വന്നില്ല. ഡയറക്റ്റ് 4 കൊടുത്ത് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സിമം ആണോ മിനിമം ആണോ, ഒരു പോയിന്റിൽ ഒരുപക്ഷെ മാക്സിമം, മറ്റേ പോയിന്റിൽ മിനിമം ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഏത് പോയിന്റിലാണ് മിനിമം എന്ന് അറിയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കണം. നോക്ക്, എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ കോൺസ്റ്റന്റ്, 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ചെയിൻ റൂൾ ആണ്, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ എന്താ? 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. ഒരു 2 ഉണ്ട്, ബി സ്ക്വയർ സി സ്ക്വയർ ഉണ്ട്, താഴെ എന്തുണ്ട്? എക്സ് റൈസ് ടു 4 ഉണ്ട്. അല്ലെ? ന്യൂമറേറ്ററിൽ ഒരു 2 വരും, ബി സ്ക്വയർ സി സ്ക്വയർ വരും, ഒരു എക്സും കൂടെ വരും. അല്ലെ? മുകളിൽ ഒരു എക്സ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2x ബി സ്ക്വയർ. അപ്പൊ ഒരു കട്ട് ചെയ്താൽ താഴെ എക്സ് ക്യൂബ് ഉണ്ടാകാം. അല്ലെ? സോ 2 ബി സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ബി സി ബൈ എ കൊടുക്കാം. ബി സി ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ബി സ്ക്വയർ സി സ്ക്വയർ ബൈ ബി സി ബൈ എയുടെ ക്യൂബ്. ഇതിനകത്ത് നെഗറ്റീവ് വരാൻ സാധ്യതയില്ല, ഗ്രേറ്റർ ദാൻ 0. സോ ഈ പോയിന്റിലാണ് എന്ത്? കാരണം ഇത് പോസിറ്റീവ്, ഒബ്വിയസ്ലി പോസിറ്റീവ് ആണ്. മറ്റേത് എന്തായിരിക്കും? ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ബി സി ബൈ എ എടുത്താൽ അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് ബി സി ബൈ എ എടുത്താൽ, മൈനസ് ബി സി ബൈ എയുടെ ക്യൂബ് എടുത്താൽ മൈനസ് ബി ക്യൂബ് സി ക്യൂബ് ബൈ എ ക്യൂബ് ആണ് വരിക. മൈനസിന്റെ ക്യൂബ് മൈനസ് തന്നെ. അപ്പൊ എന്താണ്? അത് ലെസ് ദാൻ 0. ലെസ് ദാൻ 0യിൽ മാക്സിമം, അതായത് മൈനസ് ബി സി ബൈ എയിലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. നമുക്ക് മിനിമം കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. സോ ബി സി ബൈ എയിൽ തന്നെയാണ് മിനിമം. ചോദ്യത്തിൽ ആവശ്യപ്പെട്ടത് മിനിമം ആണ്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യത്തിന് അടുത്ത പോയിന്റ് നോക്കേണ്ട ആവശ്യമേ നമുക്കില്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്താണ്? ബി സി ബൈ എയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നതെന്ന് മനസ്സിലായി, മിനിമം കിട്ടുന്നതെന്ന് മനസ്സിലായി. സോ മിനിമം അറ്റ് എന്താണ്? therefore എഫ് ഓഫ് എക്സ് ആസ് മിനിമം അറ്റ് എന്താണ്? ഏത് പോയിന്റ് ആണ്? എക്സ് ഇസ് ഈക്വൽ ടു ബി സി ബൈ എ. ബി സി ബൈ എയിലാണ് മിനിമം. ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ. മിനിമം പോയിന്റ് അല്ല, മിനിമം വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. സോ മിനിമം വാല്യൂ ആകുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിലേക്ക് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ബൈ എക്സ്. എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ബൈ എക്സ്. അവിടേക്ക് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സി ബൈ എ എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ബി സി ഡിവൈഡഡ് ബൈ എ ഇസ് ഈക്വൽ ടു
സോ ദിസ് ഈസ് ദ എന്താണ് മിനിമം വാല്യൂ. സോ എ സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം ബി സി ബൈ എ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സിന് പകരം ബി സി ബൈ എ. നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഒരു എയും സ്ക്വയറും വെട്ടാം, എ ബി സി വരും, പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു എ ബൈ ബി സി. ഇവിടെ ഒരു സ്ക്വയറും സിയും വെട്ടാം, ഒരു ബിയും സ്ക്വയറും വെട്ടാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ബി സി പ്ലസ് എ ബി സി. എ ബി സിയും കൂട്ടിയാൽ എന്താണ് 2abc. ദിസ് ഈസ് ദ മിനിമം വാല്യൂ അല്ലെ. എ ബി സി പ്ലസ് എ ബി സി 2abc ആണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ മിനിമം വാല്യൂ. സോ ഓപ്ഷൻ ബി 2abc ഈസ് ദ ആൻസർ. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്നുള്ളതായിരുന്നു ചോദ്യം. മിനിമം വാല്യൂ എത്രയാണ് കിട്ടുക, 2abc ആണ് നമ്മുടെ മിനിമം വാല്യൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 18ാമത്തെ ചോദ്യം. Question number 18. What is integral e raised to x into ln a? ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം, എക്സിനെ നമുക്ക് പവറിലേക്ക് കൊടുക്കാം. ഇന്റഗ്രൽ ഇ റൈസ് ടു ln a റൈസ് ടു എക്സ് ഡി എക്സ്. എൻ ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗ് എ റൈസ് ടു എൻ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ln a എന്ന് പറഞ്ഞാൽ ln a റൈസ് ടു എക്സ് ആണ്. ഇനി എക്സ്പോണൻഷ്യലും ലോഗരിതവും പോയി ആൻസർ എന്ത് വരും, ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സ്. എ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. So a raised to x by log a plus c. Option A is the answer. Clear അല്ലേ? a raised to x by log a plus c. Yes. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 19ാമത്തെ ചോദ്യം. Question number 19. What is the area of one of the loops between the curve y is equal to c sin x and x-axis? Area of one of the loop. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ it should create a closed path. ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കുന്നതിനാണ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? സൈൻ 0 എന്താണ്, സൈൻ പൈ ഇവിടെ വരെ ആകുമ്പോൾ ഒരു ലൂപ്പ് കിട്ടും, ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടും. ശരിയല്ലേ? ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാലോ. ക്ലിയർ അല്ലേ? ഇത് അതായത് ഒരു അപ്പർ ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പാണ്. വൺ ഓഫ് ദ ലൂപ്പ് എന്നേ പറയുന്നുള്ളൂ. ലോവർ ഹാഫ് സൈക്കിളിൽ അനദർ ലൂപ്പ് ഉണ്ട്. ശരിയല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലൂപ്പ് ഉണ്ടാക്കാം. അതായത് 0 മുതൽ പൈ വരെ 2 ലൂപ്പുകൾ ഉണ്ട്. അതിൽ 0 മുതൽ 2π വരെ 2 ലൂപ്പുകൾ ഉണ്ട്. അതിൽ 0 മുതൽ പൈ വരെയുള്ള ഒരു ലൂപ്പ്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ഏരിയ ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ചർച്ച ചെയ്തതാണല്ലോ. ഈ കാണുന്ന ഏരിയ എത്രയാണ്? സൈൻ എക്സ് ആണെങ്കിൽ 2 യൂണിറ്റ്സ് ആണ്. കൂടെ സിയും കൂടെ വരുമ്പോൾ 2c വരും. ശരിയല്ലേ? π/2 വരെയുള്ള ഏരിയ 1, ബാക്കിയുള്ള ഏരിയ 1. ഇപ്പൊ 1 + 1 2. സൈൻ എക്സ് മാത്രം, ഒരു കോൺസ്റ്റന്റ് സിയും കൂടെ ഉണ്ടെങ്കിൽ 2c. സൈൻ എക്സ് ഈ സ്കെയിൽഡ് ബൈ എ ഫാക്ടർ c ആണെങ്കിൽ 2c. അതായത് ഏരിയ ഓഫ് വൺ ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2c. ഏരിയ ഓഫ് ദ ഫുൾ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിളിന്റെ റേഞ്ച് ചോദിച്ചാൽ 4c വരും. ഓപ്ഷൻ ഡി 4c. സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് 0 മുതൽ 2π ആകുമ്പോഴാണ്. ഓക്കെ, 0 മുതൽ 2π ആകുമ്പോഴാണ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഒരു സൈക്കിളിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ 4c വരും. ഇവിടെ സൈക്കിളിന്റെ ഏരിയ ചോദിച്ചാൽ 4c വരും. എന്താണ്, ക്വാർട്ടർ സൈക്കിളിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ c വരും. ഓക്കെ, 0 മുതൽ 2π/3 വരെയുള്ള ഏരിയ ചോദിച്ചാൽ 3c വരും. ഫുൾ സൈക്കിളിന്റെ ഏരിയ ചോദിച്ചാൽ 4c വരും. ഒരു ലൂപ്പിന്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ, വൺ ഓഫ് ദ ലൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 2c വരും. ഏരിയ ഓഫ് ബോത്ത് ലൂപ്സ് ആണെങ്കിൽ 4c വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. നന്നായിട്ട് പഠിക്കുക. എന്താണ് കാൽക്കുലസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ്സ്, ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽ കാൽക്കുലസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഇത്രയും ടോപ്പിക്സ് വളരെ വിശദമായിട്ട് നമ്മൾ എല്ലാ ടൈപ്പുകളും പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ എല്ലാം തന്നെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം.
Until then, bye bye.